രണ്ട് കിടിലൻ ടിപ്സാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. നല്ല വണ്ണമുള്ള ആളുകൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ടിപ്സ് കുടവയറുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുടവയറുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. നമ്മൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഷേപ്പിനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വയറിൻ്റെ ഭാഗം പുറത്തേക്ക് നല്ലപോലെ തെള്ളി നിൽക്കും. അത് ഭയങ്കര ബോറായിരിക്കും. അവർക്കും ബോറായി തോന്നും, നമുക്കും ബോറായി തോന്നും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗത്തെ അളവുണ്ടല്ലോ, ഈ ഒരു അളവ് വേണം നമ്മുടെ സീറ്റിൽ, അതായത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് എടുക്കുന്ന അളവ് കുറച്ച് കുറവായിരിക്കും, ഈ വയറിൻ്റെ ഭാഗത്ത് നമ്മൾ എടുത്ത അളവായിരിക്കും കൂടുതൽ. അപ്പോൾ ആ ഒരു അളവ്, അതായത് വയറിൻ്റെ ഭാഗത്തുള്ള അളവ് വേണം നമ്മൾ ഈ താഴെ സ്ലിറ്റിൻ്റെ അവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലൂസ് വരുമെങ്കിലും നമുക്ക് ഈ വയററിയില്ല. വയററിയാതെ നല്ല ഒറ്റ നോട്ടത്തിൽ നല്ല ഫ്ലാറ്റായിട്ട് ഫീൽ ചെയ്യും. പുറകു വശത്ത് 2 ഡാർട്ട് കൂടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ക്ലീനായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതായത് പിറകു വശം ഉണ്ടല്ലോ, സീറ്റിൻ്റെ ഭാഗം വണ്ണം കൂടുതലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. ഇതിന് വേണ്ടിയുള്ള ചുരിദാർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴേക്ക്, സ്ലിറ്റിൻ്റെ ഭാഗം താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവരിത് വെയർ ചെയ്യുമ്പോൾ ഇവരുടെ ഈ ഇടുപ്പിൻ്റെ സൈഡാണ്, സ്ലിറ്റിൻ്റെ ഭാഗം ഉള്ളത് 2 ഭാഗത്തേക്ക് മാറിയിട്ട് ഇവർക്കുള്ള സൈഡ് തുടയുടെ ഭാഗമൊക്കെ പുറത്തേക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാർക്ക്, ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഏറ്റവും താഴെ നമ്മൾ അല്പം അങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് സ്ലിറ്റിൻ്റെ അവിടെ തുണി ഇങ്ങനെ നീങ്ങിപ്പോകില്ല, സൈഡ് ഭാഗം വിസിബിൾ ആകില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു കിടിലൻ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും.